ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി. സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ, പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. വടക്കാഞ്ചേരിയിൽ ജൂലൈ 19 നടക്കുന്ന ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തട്ടിപ്പിന്റെ ഭാഗമെന്ന് DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ. കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താതെയുള്ള ഉദ്ഘാടന മാമാങ്കത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വടക്കാഞ്ചേരിയിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സംസ്ഥാന സർക്കാർ വരെ ശുചിത്വ മിഷനെയും ഹരിത കേരള മിഷനെയും ലക്ഷ്യമിട്ട് കോടികളുടെ അഴിമതിയാണ് നടപ്പാക്കുന്നതെന്ന് കെ അജിത് കുമാർ പറഞ്ഞു. ജൂലൈ 19 വടക്കാഞ്ചേരി നഗരസഭയിൽ നടക്കുന്ന ജനകീയ ശുചീകരണ സംസ്ഥാനതല ഉദ്ഘാടനവും വെറും പ്രഹസനവും തട്ടിപ്പുമാണ്. തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, കണ്ടിജന്റ് സ്റ്റാഫ് എന്നിവരെ വെച്ച് പുല്ലുവെട്ടുന്ന പണി മാത്രമാണ് നടക്കുന്നത്. നഗരസഭയ്ക്ക് ലഭിക്കുന്ന അവാർഡുകൾ വെറും SMS അവാർഡുകൾ മാത്രമാണ്. വടക്കാഞ്ചേരി നഗരസഭ പ്രഖ്യാപിച്ച ശുചിത്വ പദ്ധതികൾ ഒന്നുപോലും നടപ്പിലായില്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി മാർക്കറ്റുകളുടെ ആധുനികവൽക്കരിക്കൽ, പുഴ നവീകരണം തുടങ്ങിയ പദ്ധതികൾ കടലാസിൽ മാത്രമായി ഒതുങ്ങി. 9 കോടി ചെലവ് ചെയ്ത് നടത്തുന്ന ബയോ മൈനിംഗ് വലിയ തട്ടിപ്പാണ്. മൈനിംഗ് ചെയ്തെടുത്ത പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ കൂടി കലർത്തി ഇത് കുഴിച്ചെടുത്തതാണെന്ന് പറഞ്ഞാണ് കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത്. പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റിന് നഗരസഭയിലും ശുചിത്വ മിഷനിലും വിവരാവകാശം നൽകിയെങ്കിലും ലഭിച്ചില്ല. കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ജൈവവള നിർമ്മാണ പ്ലാന്റ് നിർജ്ജീവമായി. കക്കൂസുകൾ സെപ്റ്റിക് ടാങ്കാക്കാൻ തയ്യാറാക്കിയ പദ്ധതികൾ പാതി വഴിയിലാണ്. ഹോട്ടലുകളിലെയും കെട്ടിടങ്ങളിലെയും മാലിന്യങ്ങൾ ഇപ്പോഴും പുഴയിലേക്ക് ഒഴുക്കുന്നു. സർക്കാരിന്റെ ആരോഗ്യ ശുചിത്വ പദ്ധതികൾ കുളമാക്കിയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്നതെന്നും ഈ പ്രഹസന ഉദ്ഘാടനത്തിൽ ശക്തമായ പ്രതിഷേധം സർക്കാരിനെയും നഗരസഭാ അധികാരികളെയും അറിയിക്കുന്നുവെന്നും കെ അജിത് കുമാർ വ്യക്തമാക്കി. കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ഏത് കിണറാണ് വടക്കാഞ്ചേരിയിലുള്ളത്? അതിനുവേണ്ടി സെപ്റ്റിക് ടാങ്കുകളാക്കി മാറ്റാൻ ഒരു പദ്ധതി വന്നു. പക്ഷെ അതെവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോഴും നമ്മുടെ പുഴയിലെ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒക്കെ കോളിഫോം ബാക്ടീരിയ. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് കൂടുതൽ വെള്ളം വരുന്നുണ്ട്, ഒരളവ് വരെ കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു. നമ്മുടെ സെപ്റ്റേജ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംസ്കരണ കേന്ദ്രം കേരളത്തിൽ എവിടെയുള്ളത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരെണ്ണമുണ്ട്. അത് ഈ കേരളത്തിലെ എല്ലാ സെപ്റ്റേജ് മാലിന്യങ്ങളും സംസ്കരിക്കാൻ കഴിയും. ഇവിടെ STP പദ്ധതി കുട്ടി ഒഴിച്ചുകൊണ്ട് STP പദ്ധതി പ്രഖ്യാപിച്ചു. 100 കോടി രൂപയുടെ പദ്ധതിയാണ് അത്താണി മുതൽ അകമല വരെ. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിന് സമയമെടുക്കുന്നുള്ളതുകൊണ്ട് ചാലിയപ്പാടത്തുള്ള 2 ചിറകളുടെ സമീപത്തും മിനി STP സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ആടിനെ പട്ടിയാക്കുന്ന പണിയാണ് ഈ പിണറായി സർക്കാർ. നമുക്കറിയാലോ, സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, പൊതുവിദ്യാഭ്യാസ യജ്ഞം, മെഡിക്കൽ കോളേജുകളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, ഡോക്ടർമാരില്ല. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അവിടെ നിന്ന് പോയി നോക്കിയാൽ കുറേ അസ്ഥിപഞ്ജരം പോലെ കെട്ടിടങ്ങളുടെ തൂണുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടർമാരെ ആവശ്യത്തിനില്ല, മരുന്ന് കിട്ടുന്നില്ല. ഈ ഏറ്റവും കൂടുതൽ പനി വരുന്ന സമയമാണ്. നിപ്പ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നടത്തുന്ന എന്തെങ്കിലും ചെയ്തു എന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പിന്റെ ഭാഗമാണ് നാളെ നടക്കുന്ന ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. മന്ത്രിക്ക് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താതെ ഈ ഉദ്ഘാടന മാമാങ്കമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.